ദേശീയ പതാക ഏന്തിയാലും ഭാരതാംബയെ ഞങ്ങൾക്ക് വേണ്ട എന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ സഖാക്കന്മാർ. ഭാരതാംബയുടെ ചിത്രം ഉൾപ്പെടുത്തി CPIയുടെ പോസ്റ്റർ സംഗതി പ്രശ്നമാണ് എന്ന് കണ്ടതോടെ നേതൃത്വം ഇടപെട്ട പോസ്റ്റർ പിൻവലിച്ചിരിക്കുകയാണ്. CPI കോട്ടയം മണ്ഡലം സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം പുറത്തിറക്കിയ പോസ്റ്ററിലാണ് ദേശീയ പതാക ഏന്തിയ ഭാരതാംബയുടെ ചിത്രവും ഇടം പിടിച്ചത്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റർ പ്രചരിച്ചതിന് പിന്നാലെ ജില്ലാ നേതൃത്വം ഇടപെട്ട് പോസ്റ്റർ പിൻവലിക്കുകയായിരുന്നു. ഈ മാസം 13, 14, 15 തീയതികളിൽ കോട്ടയത്തിന് സമീപം പാക്കിലാണ് CPI കോട്ടയം മണ്ഡലം സമ്മേളനം. ഈ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റർ പുറത്തിറക്കിയത്. ദേശീയ പതാകയിലെ നിറങ്ങൾ ആലേഖനം ചെയ്ത സാരിയാണ് ഭാരതാംബയുടെ ചിത്രത്തിലുള്ളത്. പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ വിവാദമാകും എന്ന് മനസ്സിലാക്കിയ ജില്ലാ നേതൃത്വം ഇടപെടുകയായിരുന്നു. പാർട്ടി ചിഹ്നങ്ങളോടോ പരിപാടികളോടോ ദേശീയ പതാക കൂട്ടിച്ചേർക്കുന്നത് ശരിയല്ല എന്ന് CPI ജില്ലാ സെക്രട്ടറി VB ബിനു പറയുന്നു. പോസ്റ്ററിനെ പറ്റി വിവരം കിട്ടിയ ഉടൻ സമൂഹ മാധ്യമങ്ങളിൽ നിന്നുൾപ്പെടെ അത് പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയതും VB ബിനു വ്യക്തമാക്കി. രാജ്ഭവനിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം വിവാദമായിരിക്കെയാണ് CPI പോസ്റ്ററിലും ഭാരതാംബ ഇടം പിടിച്ചത്. കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണം എന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് രാജ്ഭവനിൽ നടന്ന പരിസ്ഥിതി ദിനാചരണ പരിപാടി മന്ത്രി P പ്രസാദ് ബഹിഷ്കരിച്ചത്. ഒന്നായി നിൽക്കാൻ താല്പര്യമില്ല എന്ന സൂചനയാണ് സഖാക്കന്മാരുടെ ഈ ഭാരത് മാതാ നിഷേധത്തിനു പിന്നിലെന്ന് വിലയിരുത്തൽ. ഭാരത് മാതാവ് ഒരു പുരാണ കഥാപാത്രമല്ല, മറിച്ച് മനുഷ്യ മനസ്സുകളിൽ ജനിച്ച ദേശസ്നേഹത്തിന്റെയും ആത്മബോധത്തിന്റെയും പ്രതീകമാണ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധിനിവേശത്തിൽ നിന്ന് മോചനം നേടാനുള്ള ശ്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഭാരത് മാതാവ് എന്ന പ്രതീകം ജനിക്കുന്നത്. പല നാട്ടുരാജ്യങ്ങളോ സംസ്ഥാനങ്ങളോ ആയിട്ടല്ല, ഒരൊറ്റ രാജ്യമായി നിലനിൽക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിൽ ഉടലെടുത്തതാണത്. ചരിത്രത്തിൽ കാണാൻ കഴിയുന്നതുപോലെ രജപുത്ര രാജാക്കന്മാരായാലും മറാത്തക്കാരായാലും മിക്കവാറും എല്ലാ വംശങ്ങളിലും രാജാക്കന്മാർ അവരുടെ സൈന്യങ്ങളെ യുദ്ധക്കളത്തിലേക്ക് നയിക്കുന്നതിന് മുൻപ് കുലദേവതയെ ആരാധിക്കുമായിരുന്നു. ദേവിയുടെ അനുഗ്രഹം അവരെ വിജയത്തിലേക്ക് നയിക്കും എന്ന് വിശ്വസിച്ചിരുന്നു. ദുർഗയും കാളിമാതാവും മുംബാദേവിയും ചണ്ഡികയും ഒക്കെ പൂർവികർ ആരാധിച്ചവരാണ്. സിംഹത്തിന് മുകളിലിരുന്ന് സവാരി ചെയ്യുന്ന ശക്തിശാലിനി ദുർഗയും വെട്ടിമുറിച്ച തലകൾ കോർത്ത മാലയണിഞ്ഞ കാളിയും ശക്തിയെ കാണിച്ചു തരുന്നതായിരുന്നു. കുലദേവതകൾ എന്നും പ്രതീക്ഷയുടെയും വിജയത്തിന്റെയും അടയാളങ്ങളാണ്. ആ വിശ്വാസമാണ് ഭാരത് മാതാവിന്റെ സൃഷ്ടിക്ക് പിന്നിലും ഉള്ളത്. സ്വാതന്ത്ര്യയുഗത്തിൽ ഭാരതമാതാവിന്റെ പ്രതിച്ഛായ ശക്തിയുടെയും വീര്യത്തിന്റെയും ഏതാണ്ട് കുലദേവതകൾക്ക് സമാനമായ ഒരു ചിത്രമായി മാറുകയായിരുന്നു. ദാതാവാണ്, അതേസമയം സംരക്ഷകയുമാണ്. അമ്മയുടെ പ്രതിച്ഛായ ഭാരതമാതാവിന്റെ ഈ മാതൃഭാവം, അതിൽ അധിഷ്ഠിതമാണ് വസുധൈവ കുടുംബകം എന്ന ആശയവും. ബംഗാൾ ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട തമിഴ് കവി സുബ്രഹ്മണ്യ ഭാരതി തമിഴിനെയും തമിഴരെയും ഭാരതത്തെയും പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയ കവിത അവസാനിക്കുന്നത് വന്ദേ മാതരം എന്ന് പറഞ്ഞാണ്. വിജയ എന്ന മാസികയിൽ ഇത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഭാരതമാതാവിനോടൊപ്പം 4 കുഞ്ഞുങ്ങളുടെ ചിത്രം അത് നോക്കിക്കാണുന്ന വിവിധ മതഭാഗങ്ങളിലെ ഇന്ത്യക്കാർ വന്ദേ മാതരം എന്ന വാക്കുകൾ ദേവനാഗരി ലിപിയിൽ എഴുതി. അന്നു മുതൽ ഇന്ത്യക്കാർക്കിടയിൽ ദേശീയ വികാരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു അടയാളമായി ഭാരതമാതാവിന്റെ ചിത്രം മാറുകയായിരുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഭാരതമാതാ ക്ഷേത്രങ്ങളുണ്ട്. 1936 ഒക്ടോബർ 25-ന് മഹാത്മാഗാന്ധി വാരണാസിയിലെ ഭാരത് മാതാ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു. വാരണാസിയിലെ മഹാത്മാഗാന്ധി കാശി വിദ്യാപീഠ് കാമ്പസിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വാരണാസിയിൽ മാത്രമല്ല, ഹരിദ്വാറിലും ഉദയ്പൂരിലും തൂത്തുക്കുടിയിലുമൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഭാരതാംബയുടെ ക്ഷേത്രങ്ങളുണ്ട്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷവുമൊക്കെ ഭാരത് മാതാ കി ജയ് എന്ന് ജനങ്ങൾ വിളിച്ചു തുടങ്ങി. നമ്മൾ ജയിക്കുമ്പോഴും തളരുമ്പോൾ ഊർജം പകരാനുമുള്ള ഒരു താങ്ങാകുന്ന മുദ്രാവാക്യമാണ് ഭാരത് മാതാ കി ജയ്. അത് മതങ്ങൾക്കും ഭാഷയ്ക്കുമൊക്കെ അതീതമാണ്. സ്വന്തം മാതൃരാജ്യത്തെ സ്നേഹിക്കാനുള്ള അവകാശം ഓരോ പൗരനുമുണ്ട് എന്ന സൂചനയാണ്. ഒരു കാലഘട്ടത്തെ അതിജീവിച്ച് തലമുറ ആത്മബോധത്തോടെ ജീവിക്കാൻ പഠിപ്പിച്ച പൂർവികരുടെ ശക്തിയും വഴികാട്ടിയുമാണ് ഭാരത് മാതാവ്. ആ ആശയം കാലങ്ങളിൽ കൂടുതൽ ശക്തി പ്രാപിക്കണം എന്ന് തന്നെയാണ് ഈ തലമുറയും ആഗ്രഹിക്കുന്നത്. വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഭാരത മാതാവാണ് നമ്മുടെ ഒരേ ഒരു ദൈവം എന്നതും ഇത്തരുണത്തിൽ സ്മരണീയമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.